എല്ലാ കൂട്ടുകാർക്കും ഡ്രൈവർ ബ്രോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ ചെന്നൈയിൽ ലോഡ് കയറ്റി വണ്ടി മാറ്റിയിട്ടേക്കായിരുന്നു. കാരണം നമുക്ക് ബില്ല് കിട്ടിയില്ല. ഇന്ന് രാവിലെയാണ് ബില്ല് കൊണ്ടു തന്നത്. അപ്പോൾ ട്രാൻസ്പോർട്ട് റൂമിൽ പോയി ഞാൻ ബില്ല് വാങ്ങിച്ചു, അത് ഔട്ട് ചെയ്തു. പിന്നെ നമ്മൾ യാത്ര തുടങ്ങിയാണ്. ഏകദേശം 12 മണിക്കൂറോളം നീണ്ടുന്ന ഒരു യാത്രയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അതായത് ചെന്നൈയിൽ നിന്ന് നമ്മൾ ഷിമോഗയിലേക്ക് പോവുകയാണ്. കർണാടകയിലുള്ള ശിവമോഗയിലേക്ക് ഉള്ള യാത്രയാണ് നമ്മൾ തുടങ്ങുന്നത്. 1.5 ദിവസത്തോളം നമ്മൾ സമയമെടുക്കും അവിടെ ചെല്ലാൻ വേണ്ടി. കാരണം ഒന്ന് വണ്ടി ലോഡാണ്, പിന്നെയുള്ളത് നല്ല ബ്ലോക്കാണ് പോകുന്ന വഴിക്ക്. വെല്ലൂർ അല്ല ഹൊസൂർ പോലുള്ള സ്ഥലങ്ങളിൽ കുറച്ച് ഹൈവേയുടെ വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പോകുമ്പോൾ കുറച്ച് ബ്ലോക്ക് ഉണ്ടാകും. അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് 1.5 ദിവസം പറഞ്ഞത്. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ അപ്പോളോ ഗോഡൗണിൻ്റെ ഇരുവശങ്ങളിലുമായിട്ടുള്ള മറ്റു കമ്പനികളുടെ വെയർ ഹൗസുകളൊക്കെയാണ്. ഇതൊരു വലിയ ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് തന്നെയാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗത്താണ് നമ്മളുടെ അപ്പോളോ കമ്പനി സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ നേരെ ഹൈവേയിലേക്ക് കിടക്കുകയാണ്. മുമ്പിൽ കാണുന്ന ഹൈവേയുടെ റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ പെരിയപാളയം എന്ന സ്ഥലത്ത്, അവിടെ നിന്ന് ഊതുക്കോട്ട വഴി തിരുപ്പതിക്ക് പോകുന്ന വഴിയാണ്. പക്ഷെ നമുക്ക് ആ വഴി പോകാം, എന്നാൽ ആ വഴി സെലക്ട് ചെയ്യുന്നില്ല. കാരണം അത് വളരെ മോശമായിട്ടുള്ള വഴിയാണ്. അത് പാച്ച് വർക്കെല്ലാം ചെയ്ത് റോഡ് വളരെ മോശമാണ്. അതുകൊണ്ട് നമുക്ക് ഇത്രയും ലോഡ് വെച്ചുകൊണ്ട് അതിലെ പോകുന്നത് വണ്ടിക്ക് നല്ലതല്ല. അതുകൊണ്ട് നമ്മൾ അവിടുന്ന് ലെഫ്റ്റ് എടുക്കുകയാണ്. ലെഫ്റ്റ് എടുത്തെന്ന് പറഞ്ഞാൽ ഈ വഴി നേരെ ചെന്ന് ചേരുന്നത് നമ്മളുടെ കൊൽക്കത്ത ഹൈവേയിലേക്കാണ്. ഒരു 10 കിലോമീറ്ററോളം യാത്ര ചെയ്താൽ നേരെ കൊൽക്കത്ത ഹൈവേയിലേക്ക്. വഴി അത്ര നല്ലതൊന്നുമല്ല, എന്നാലും മറ്റേതിനെ അപേക്ഷിച്ച് 10 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ നേരെ കൊൽക്കത്ത ഹൈവേയിലേക്ക് ചെന്നിട്ട് അവിടെ നിന്ന് റൈറ്റ് എടുത്ത് ചെന്നൈ ഔട്ടർ റിംഗ് റോഡ് പിടിക്കും. ചെന്നൈ ഔട്ടർ റിംഗ് റോഡിൽ നിന്ന് നേരെ പോകുന്നത് പൂന്തമല്ലി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. പൂന്തമല്ലി ചെന്നതിന് ശേഷം പിന്നീട് അവിടുന്ന് വെല്ലൂർ, കൃഷ്ണഗിരി വഴി ഹൊസൂർ, ബാംഗ്ലൂർ, അങ്ങനെ ആ റൂട്ടാണ് നമ്മൾ തിരഞ്ഞെടുത്തേക്കുന്നത്. പോകുന്ന വഴിക്ക് നമുക്ക് സ്ഥലങ്ങളിലൊക്കെ കാണാം. അപ്പോൾ നമ്മുടെ മുമ്പിൽ കാണുന്ന ആ ഫ്ലൈ ഓവർ എന്ന് പറഞ്ഞാൽ കൊൽക്കത്ത ഹൈവേ പാസ് ചെയ്ത് പോകുന്നൊരു ഫ്ലൈ ഓവറാണെന്ന് പറഞ്ഞാൽ. ഇത് സ്റ്റേറ്റ് ഹൈവേ ആണ്, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, റോഡ് വളരെ മോശമാണ്. വണ്ടികൾ ഒരുപാട് ഇതിലെ കൂടെ വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിലെ റോഡും ഈ റോഡും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ഇത് പിന്നെയും കുറച്ചുകൂടെ മെച്ചമുണ്ടെന്ന് പറയാം. കാരണം ഇപ്പോൾ പാച്ച് വർക്കെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് നാൾ മുമ്പ് ഇതിലും വളരെ മോശമായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ കൊൽക്കത്ത ഹൈവേയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്.
വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ടയറിൻ്റെ അടിയിൽ നിന്ന് വല്ലാണ്ട് സൗണ്ട് കേൾക്കുന്നു. അപ്പോൾ എന്താണെന്ന് നോക്കിയേക്കാം, നോക്കിയിട്ട് പോകാം. കല്ലടിക്കുന്ന ശബ്ദം തന്നെയാണ്. കാരണം നമ്മൾ ഇത്ര നേരം വന്നത് അത്ര നല്ല റോട്ടിൽ കൂടെ അല്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ ഈ മെറ്റിലൊക്കെ കിടന്നത് മുഴുവൻ ടയറിൻ്റെ അടിയിൽ കയറിയിട്ടുണ്ട്. ഇത്ര ലോഡ് വണ്ടിയല്ലേ. അപ്പോൾ നമ്മളത് അങ്ങനെ ടയറും വെച്ചുകൊണ്ട് ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അങ്ങനെ ടയറും വെച്ചുകൊണ്ട് നമ്മൾ വണ്ടി ഓടുന്നത് ശരിയല്ല. അത് വണ്ടിയുടെ ടയർ പഞ്ചറാകും, അല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ ടയറൊന്ന് ചെക്ക് ചെയ്തിട്ട് പോകാം. കല്ലൂത്തിയുണ്ട് വണ്ടിയിൽ. അപ്പോൾ അത് വെച്ചിട്ട് കല്ലുകളുണ്ടെങ്കിൽ നമുക്ക് അത് എടുത്ത് മാറ്റാം. ഇപ്പോൾ നമ്മൾ ആ ഫ്ലൈ ഓവറിന് മുകളിൽ തന്നെ വണ്ടി നിർത്തി കുറച്ചുകൂടെ അങ്ങ് കയറ്റി നിർത്തിയേക്കാം. അതായിരിക്കും നല്ല കറക്റ്റ് സെൻറ്ററിൽ അങ്ങ് നിർത്തുകയാണെങ്കിൽ താഴത്തെ കാഴ്ചയും കാണാം. അപ്പം നമുക്ക് ആ കല്ലൊന്ന് നോക്കാം. അപ്പോൾ ഇതാണ് കല്ലുകുത്തി എന്ന് പറയുന്ന സാധനം. അപ്പോൾ വേറൊന്നുമില്ല, ഒരു ഇരുമ്പിൻ്റെ ഒരു സാധനം ഹുക്ക് പോലെ ഉണ്ട്. ടയറിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ കല്ലുകൾ മെറ്റലുകൾ കയറിയിരിക്കും. അപ്പോൾ അത് നമ്മൾ എടുത്ത് കളഞ്ഞില്ലെങ്കിൽ ഓടുന്നതനുസരിച്ച് ടയറിൻ്റെ ഉള്ളിലേക്ക് അത് ആഴ്ന്നിറങ്ങുകയും ടയർ പഞ്ചറാകുകയും അതിൻ്റെ ലൈഫ് കുറയാനിടവും. ഒന്നെങ്കിൽ ലൈഫ് കുറയാം, അല്ലെങ്കിൽ അത് ഇത്ര ലോഡുള്ള വണ്ടി ആയതാണ് ചിലപ്പം ടയർ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ടയറിൻ്റെ ഇടയ്ക്ക് കല്ലുകൾ ഒരുപാട് കിടപ്പുണ്ട്. ബാക്ക് ടയർ നോക്കട്ടെ. ബാക്ക് ടയറിലും ഉണ്ട് കല്ല്. ഇനി അപ്പുറം സൈഡും കൂടെ നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. വണ്ടിയുടെ ഓരോ ശബ്ദവും മാറിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റണം. ഈ സൈഡിലും കല്ലുകൾ ഉണ്ട്. അപ്പുറത്തെ സൈഡിൽ അകത്തെ ടയറിൽ കല്ല് കയറി ഇരിപ്പുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് വശം കൂടെ ഒന്ന് നോക്കാം. ഫ്രണ്ട് വശത്തുണ്ട് ചെറിയ കല്ലുകളാണ്, പക്ഷേ അതും ഡേഞ്ചറാണ്. നമ്മൾ എല്ലാ കല്ലും എടുത്ത് കളയണം. ടയറെല്ലാം കറക്റ്റായിട്ട് നോക്കണം. ഗ്രീസിങ് ഒക്കെ ചെയ്തായിരുന്നു. കഴിഞ്ഞ ട്രിപ്പ് പോയിട്ട് വന്നപ്പോൾ ഗ്രീസ് ചെയ്തതാണ്. അതൊന്നും കുഴപ്പമുണ്ടോ, കല്ലുകൾ ഇരിക്കുന്നുണ്ടോ? ഇതുപോലെ കല്ലുകൾ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ടയർ ഒന്നെങ്കിൽ പഞ്ചറാകും, അല്ലെങ്കിൽ പൊട്ടിപ്പോവും. അതുകൊണ്ട് നമ്മളതിനെ അനുവദിക്കത്തില്ല. നമ്മുടെ വണ്ടി തന്നെ നമുക്ക് ഓരോ സൈൻ തരും. നമ്മൾ ആ ശബ്ദമൊക്കെ കറക്റ്റ് മനസ്സിലാക്കിയാൽ മാത്രം മതി. വണ്ടി അത് സത്യം പറഞ്ഞ ഒരു എൻജിൻ മാത്രമല്ല, അതും ഒരു ജീവനാണ്. അതിൻ്റെ ഓരോ ശബ്ദവും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയണം. താഴെ കൂടെ പോകുന്നതാണ് നമ്മുടെ ചെന്നൈയിലേക്കുള്ള റോഡ്. ഈ മേളിൽ കൂടെ കാണുന്നത് ഔട്ടർ റിംഗ് റോഡ്. നേരെ പൂന്തമല്ലി ചെന്നിട്ട് അവിടെ നിന്ന് കൃഷ്ണഗിരിക്ക് പോകുന്ന റോഡാണത് കാണുന്നത്. ഇതാണ് നമ്മുടെ കുട്ടാപ്പി. ആൾ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമുക്ക് ഓരോ സൈൻ തരും. അപ്പോൾ നമ്മൾ ക്യാബിൽ ഇരിക്കുകയാണെങ്കിൽ തന്നെ നമ്മളോട് പറയുന്നതാണ് ഇന്ന കുഴപ്പങ്ങളുണ്ട്. അത് ഓരോ ശബ്ദം. ഇപ്പോൾ കൊച്ചു പിള്ളേരൊക്കെ അറിയത്തില്ലേ വിശക്കാൻ നേരത്തെ, അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലാകത്തില്ല. അതുപോലെ നമുക്ക് ഓരോ സൈൻ തരും. അപ്പോൾ നമ്മളത് മനസ്സിലാക്കിക്കോണം. അപ്പോൾ നമുക്ക് പോകാം. ഗ്ലാസ് എല്ലാം പൊടിയാണ്, നമ്മൾ വന്ന വഴിയിൽ പൊടിയാണ്. അതായത് 2 ദിവസമായിട്ട് വണ്ടി ഒന്ന് കഴുകാൻ പറ്റിയില്ല. അപ്പോളോ ഗോഡൗണിൻ്റെ അവിടെ കഴുകാൻ വേണ്ടി കയറ്റിയാണ്. പക്ഷേ അവിടുത്തെ സെക്യൂരിറ്റി ഓടിച്ച്. അമ്മമാർക്ക് അറിയത്തില്ലോ നമ്മൾ വണ്ടി എങ്ങനെയാണ് കൊണ്ട് നടക്കുന്നത്. അപ്പോൾ വണ്ടിക്ക് ആകെ എല്ലാം ഒന്ന് പൊടിയാണ്. ഒന്ന് വാട്ടർ സർവീസ് ചെയ്യണം, അല്ലെങ്കിൽ ഏതെങ്കിലും പമ്പിലോ വല്ലതും നിർത്തിയിട്ട് വണ്ടി ഒന്ന് കഴുകണം. ഇപ്പോൾ എന്തായാലും നടക്കത്തില്ല. ഇനിയിപ്പോൾ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഈ ട്രിപ്പ് കഴിഞ്ഞിട്ടോ നമുക്കൊന്ന് ഫുള്ള് വാട്ടർ സർവീസ് ചെയ്യണം. കുട്ടാപ്പിനെ ഒന്ന് കുളിപ്പിക്കണം. അപ്പോൾ നമ്മൾ വർത്തമാനം പറഞ്ഞ് 40 കിലോമീറ്ററോളം മുമ്പോട്ട് പോയി. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. നേരെ പോകുന്ന വാണ്ടലൂർ എന്ന് പറയുന്നൊരു സ്ഥലത്തേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് എടുത്ത് നേരെ പൂന്തമല്ലി ജംഗ്ഷനിലേക്കാണ് ചെല്ലുന്നത്. പൂന്തമല്ലി എന്നാണ് തോന്നുന്നു പറയുന്നത്. പക്ഷേ ഞാൻ ഒരെണ്ണം പറഞ്ഞത് പൂവിരുന്തവല്ലി എന്നാണ് യഥാർത്ഥ പേര്. പിന്നെ അത് പറഞ്ഞ് പൂന്തമല്ലി എന്ന് ആയെന്നാണ് പറഞ്ഞത്. ഞാൻ പൂന്തമല്ലി എന്നാണ് പറയുന്നത്. എന്തോ അതിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ അറിയത്തില്ല. എന്നാണല്ലോ നമുക്ക് പൂന്തമല്ലി എന്ന് വിളിക്കാം. അപ്പോൾ നമ്മൾ അവിടെ മെട്രോയുടെ പണിയൊക്കെ നടക്കുന്നുണ്ട്. ചെന്നൈ മെട്രോയുടെ ബാക്കി പണികളൊക്കെയാണ് അവിടെ നടക്കുന്നത്. മെട്രോ സ്റ്റേഷൻ്റെ പണികളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വന്ന വഴി ആ മുകളിൽ കൂടെ പോകുന്ന ഫ്ലൈ ഓവർ, അത് നമ്മൾ കറങ്ങി നേരെ താഴേക്ക് ഇറങ്ങി ഹൈവേയിലേക്ക് കയറി. ഇനി ഇവിടുന്ന് നേരെ നമ്മൾ പോകുന്നത് വെല്ലൂർ വഴി കൃഷ്ണഗിരിക്കാണ് പോകുന്നത്. അതിനു മുമ്പ് നമുക്ക് നമ്മുടെ വണ്ടിക്ക് ഗ്യാസ് അടിക്കണം. നമ്മൾ CNG വണ്ടിയാണ്, ഡീസലല്ല. അപ്പോൾ അതിന് ഗ്യാസ് അടിക്കണം. നമ്മൾ സ്ഥിരമായിട്ട് അടിക്കുന്ന ഒരു പമ്പ്, സ്ഥിരമായിട്ടെന്ന് പറയുമ്പോൾ ഈ റൂട്ടിൽ പോകുമ്പം അടിക്കുന്ന ഒരു പമ്പുണ്ട്. അവിടെ ആവുന്ന ട്രെയിലറുകളും അതുപോലെ വലിയ വണ്ടികളെല്ലാം വന്ന് ഡീസലും ഗ്യാസും ഒക്കെ അടിക്കുന്നത്. അപ്പോൾ അവിടെ ആകുമ്പോൾ നമുക്ക് ഫ്രഷ് ആകാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ടോയ്ലറ്റ് സൗകര്യമുണ്ട്, കുളിക്കാനുള്ള സൗകര്യമുണ്ട്, അതുപോലെ അലക്കാനുള്ള സൗകര്യമുണ്ട്. ഡ്രൈവർമാരെല്ലാവരും ഹെവി വെഹിക്കിൾ ഡ്രൈവർമാരെല്ലാവരും ചൂസ് ചെയ്യുന്ന ആ ഒരു സ്ഥലമാണ്.
ഇപ്പോൾ ഈ പൂന്തമല്ലി എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോൾ നമ്മൾ കാണുമ്പം ഹൈവേ ഫ്രീ ആയിട്ട് കിടക്കുന്നത്, പക്ഷേ ചെന്നൈയിൽ ഏറ്റവും കൂടുതൽ ട്രാഫിക് ജാം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് ഇതെന്ന് പറഞ്ഞാൽ. ഇപ്പോൾ നോക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ആ കറക്റ്റ് ഈ സമയത്ത് ഓഫീസ് ടൈം കഴിഞ്ഞ് ഈ സമയത്ത് ഇറങ്ങിയത് കൊണ്ടാണ് നമുക്ക് ബ്ലോക്ക് കിട്ടാത്തത്. അല്ലെങ്കിൽ ഈ ഒരു സ്ഥലം കിടക്കണമെങ്കിൽ തന്നെ ഏകദേശം 3/4 മണിക്കൂറോളം നമ്മൾ സമയം എടുക്കും. അത്രയ്ക്ക് തിരക്കേറിയ ഒരു സ്ഥലമാണ്. ഈ സ്ഥലത്തൂടെ പോയിട്ടുള്ളവർക്കറിയാം പൂന്തമല്ലിയിലെ തിരക്ക് എങ്ങനെയാണെന്നുള്ളത്, ട്രാഫിക് ജാം എങ്ങനെയാണുള്ളത്. അതേ രീതിയിൽ തിരക്ക് പിടിച്ച ഒരു സ്ഥലമാണ് ഈ പൂന്തമല്ലി എന്ന് പറയുന്ന സ്ഥലം. അതുപോലെ കോയമ്പേട്, അതുപോലെ ചെന്നൈ, അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് ചെന്നൈയിൽ മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ. ഇത്രയും ഹൈവേ വികസിച്ചിട്ടും വൈകുന്നേര സമയങ്ങളിൽ നിങ്ങൾ ഇപ്പോൾ അവിടെ താമസിക്കുന്നവർക്കോ അല്ലെങ്കിൽ അതിൽ യാത്ര ചെയ്തുള്ളവർക്കോ അറിയാം, വൈകുന്നേര സമയങ്ങളിൽ ഭയങ്കര തിരക്കായിരിക്കും ഈ സ്ഥലത്തെന്ന് പറഞ്ഞാൽ. ട്രാഫിക് ജാം ആയിരിക്കും. അപ്പം നമുക്ക് ഇന്നെന്തായാലും ഇന്നെന്നല്ല ഈ സമയത്ത് വന്ന കാരണം ഭാഗ്യത്തിന് ട്രാഫിക് ജാം വന്നില്ല. ഇപ്പോൾ റോഡ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഫ്രീ ആണ് റോഡ്. നമുക്ക് വളരെ സൗകര്യമായിട്ട് പോകാം. രാവിലെ ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വൈകുന്നേരം ഒരു സമയങ്ങൾ 4 മണിക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ ഈ സ്ഥലത്ത് മുട്ടുസൂചി ഇടാൻ പറ്റത്തില്ലാത്ത രീതിയിൽ അല്ലെ തിരക്കായിരിക്കും. അതേ രീതിയിലെ തിരക്കാണ് ഈ സ്ഥലത്തെന്ന് പറഞ്ഞാൽ. അപ്പം നമുക്ക് എന്തായാലും ഭാഗ്യത്തിന് ഇന്ന് ബ്ലോക്ക് കിട്ടിയിട്ടില്ല. റോഡ് നല്ല രീതിയിൽ ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് അത് ഏകദേശം 2 കിലോമീറ്ററോളം ചെന്ന് കഴിയുമ്പോഴാണ് നമ്മളുടെ ഗ്യാസ് പമ്പ് വരുന്നത്. അവിടെ നിന്നാണ് നമ്മൾ ഗ്യാസ് അടിച്ചിട്ട് പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ ഗ്യാസ് പമ്പിലേക്ക് പോകാം. ഈ സിഗ്നൽ കഴിഞ്ഞിട്ടാണ് നമ്മുടെ പമ്പ്. ഇപ്പോൾ തന്നെ ഹാഫ് ടാങ്ക് ഉണ്ട്. ഹാഫ് ടാങ്ക് എന്നാലും അടിച്ചേക്കാം. സാധാരണ ഞാൻ ഫുള്ള് തീരാൻ വരെ നോക്കി നിൽക്കത്തില്ല. അതിന് മുമ്പ് ഹാഫ് ടാങ്കിൽ ഫില്ല് ചെയ്ത് പോകും. കാരണം ഗ്യാസ് സാധാരണ ചിലപ്പോൾ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. ഡീസൽ വണ്ടിയാണെങ്കിൽ നേരിട്ട് പോയിട്ട് വരും. ഗ്യാസ് ആണെങ്കിൽ ചില പമ്പിലൊന്നും ചെന്ന് കഴിഞ്ഞാൽ സ്റ്റോക്ക് കാണത്തില്ല. സ്റ്റോക്ക് കാണാതിരിക്കും. പിന്നെ അത് വരുന്നവരെ വെയിറ്റ് ചെയ്യണം നമ്മൾ. ചിലപ്പം ചില സമയങ്ങളിലൊക്കെ നേരത്തെ സമയങ്ങളിൽ വണ്ടി ഓടിച്ചിട്ടുള്ള സമയത്ത് അതുപോലെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. കാരണം സ്റ്റോക്ക് തീർന്ന് ചിലപ്പോൾ ഒരു ദിവസമൊക്കെ അവിടെ കിടന്നു പോകും. അപ്പം നമുക്ക് അത്രയും ഡിലേ വരും ലോഡ്. അത് കാരണം ആ റിസ്ക് ഞാൻ ഇപ്പോൾ എടുക്കത്തില്ല. അങ്ങനെ നമ്മുടെ പമ്പെത്തി. അവിടെ CNGയുടെ ബോർഡുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ കണ്ടെയ്നർ വണ്ടികളും അല്ല ട്രെയിലറുകളെല്ലാം അവിടെ കിടപ്പുണ്ട്. നല്ല രീതിയിലൊരു എന്താ പറയുക സൗകര്യമുള്ളൊരു പമ്പാണ്. വണ്ടികളെല്ലാം അവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടിക്ക് ഗ്യാസ് അടിക്കാം, CNG അടിക്കാം. ഇതാണ് നമ്മുടെ CNG അടിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ കാണുന്ന ടാപ്പ് അല്ലെങ്കിൽ ഈ ഒരു അടപ്പ് നമ്മൾ ഊരണം. അപ്പോൾ അതിന് ശേഷം ആ അടപ്പ് ഊരിയതിന് ശേഷം വേറൊരു ലോക്കും കൊണ്ടാണ് അതും കൂടെ എടുത്തതിന് ശേഷമേ ഉള്ളൂ നമുക്ക് CNG അടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് ഊരി കഴിയുമ്പോൾ അവിടെ ഒരു പിന്നുണ്ട്. ആ പിന്ന് റിമൂവ് ചെയ്താൽ അപ്പോൾ അതിൻ്റെ അകത്താണ് CNG അടിക്കുന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ ടൊറൻറ്റ് ഗ്യാസിൻ്റെ ടൊറൻറ്റ് എന്ന് പറയുന്ന കമ്പനി അവരാണ് ഈ CNG ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതുമാത്രമല്ല AG&P അങ്ങനെ 2-3 കമ്പനികളുണ്ട്. മേഘ ഗ്യാസ് അങ്ങനെയുണ്ട്. അപ്പോൾ നമ്മൾ CNG അടിക്കുകയാണ്. അപ്പോൾ നമുക്കിപ്പോൾ അവിടെ മീറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമ്മുടെ വണ്ടിയുടെ മീറ്ററുണ്ട്, ഇവിടെ മീറ്ററുണ്ട്. വണ്ടിയിലെ ആ കാണുന്ന മീറ്റർ ഹാഫ് എത്തുമ്പോഴാണ് വണ്ടി ഇത് ഫുള്ളാവുന്നത്. ഇപ്പോൾ CNG അടിക്കാൻ അവർ പയ്യന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ്. 90 രൂപ 50 പൈസയാണ് CNGക്ക് ഈ പമ്പിൽ റേറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ചെറുക്കൻ ഗ്യാസ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ ചെറുക്കന് ഫുഡ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വയറ് നിറച്ച് കഴിച്ചു. നമുക്ക് ഒരുപാട് ദൂരം മുമ്പോട്ടേക്ക് പോകാനുള്ളതാണ്. അപ്പം ആ മീറ്റർ നോക്കിക്കഴിഞ്ഞാൽ കാണാം അതിപ്പം വണ്ടി ഫുള്ളായി, ഗ്യാസ് ഫുള്ളായി. അപ്പോൾ ചെറുക്കൻ്റെ വയറ് നിറച്ച് നമ്മൾ
ഫുഡ് കൊടുത്തിട്ടുണ്ട്. നമ്മളോ രാവിലെ കഴിച്ചില്ല, അവനേലും കഴിക്കട്ടെ. അപ്പോൾ നമ്മൾ പയ്യനെ മാറ്റിയിട്ട് ഇപ്പോൾ ഗ്യാസിൻ്റെ ബില്ലൊക്കെ കൊടുത്ത് കമ്പനിയിൽ നിന്ന്. പിന്നെ നമ്മൾ ഗ്യാസിൻ്റെ ബില്ല് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വണ്ടിയുടെ മീറ്ററിൻ്റെ ഫോട്ടോ എടുക്കണം. മീറ്ററിൻ്റെ ഫോട്ടോ എടുത്ത് പിന്നെ ഗ്യാസ് ഫില്ല് ചെയ്യുന്ന പമ്പിൻ്റെ ഫോട്ടോ അതെടുത്ത് പിന്നീട് നമുക്ക് ഗ്യാസിൻ്റെ അവിടെ നിന്ന് ബില്ല് തരും, റൈറ്റിംഗ് ബില്ല്. ആ റൈറ്റിംഗ് ബില്ല് അതും കൂടെ എടുത്തതിന് 3 നമ്മുടെ കമ്പനി അക്കൗണ്ടൻ്റ് ഉണ്ട്. അക്കൗണ്ടൻറ്റിന് നമ്മൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അദ്ദേഹം നമുക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അദ്ദേഹം നമുക്ക് അക്കൗണ്ടിൽ പൈസ തരാം. അല്ലെങ്കിൽ OTP സമ്പ്രദായമാണ് ചെയ്യുന്നത് പറഞ്ഞു. ഇതിലേതെങ്കിലും ഒന്ന് വഴി നമുക്ക് അതിന് കുറച്ച് സമയം എടുക്കും. ഒരു 10-15 മിനിറ്റോളം നമ്മൾ എടുത്തായിരുന്നു പമ്പിൽ. അപ്പോൾ നമ്മൾ ഗ്യാസൊക്കെ അടിച്ചതിന് ശേഷം നമ്മുടെ ചെറുക്കനെ വയറ് നിറച്ച് ഫുഡൊക്കെ മേടിച്ച് നമ്മളിപ്പോൾ ചെന്നൈയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ കാണാത്ത ഒരു കാഴ്ച ഇപ്പം നിങ്ങൾക്ക് കാണാം. വേറൊന്നുമല്ല, വണ്ടിയുടെ പുറകിൽ ഇതുപോലെ ആളെ ഇരുത്തിക്കൊണ്ട് പോകുന്നത്. ഇപ്പം വെളിയിലേക്ക് കാലിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ MVD എങ്ങാൻ കണ്ടു കഴിഞ്ഞാൽ തീർന്ന്. ഇതുപോലെ ചെറിയ വണ്ടികൾ മാത്രമല്ല, ഓട്ടോയിലും ഷെയർ ഓട്ടോകളിലെല്ലാം ഇതുപോലെ നമുക്ക് സ്ഥിരം കാഴ്ചകളാണ്. പോകുന്ന വഴിക്ക് നമുക്ക് ഈ ആന്ധ്രയുടെ അല്ല തമിഴ്നാടിൻ്റെ ഉൾപ്രദേശങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ നമുക്ക് ഇതുപോലെ കാഴ്ചകൾ കാണാം. വേറൊന്നുമല്ല, ഈ ആൾക്കാരെ ഒരുപാട് പേരെ കുത്തി നിറച്ചുകൊണ്ട് ഓട്ടോയിലൊക്കെ പോകുന്നത്. അത് ബാക്ക് സൈഡിലെ ഡോറ് തുറന്നിട്ട് അവിടെ പ്രത്യേകമായിട്ട് ഇരിക്കാനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കി. ഡ്രൈവറിൻ്റെ സീറ്റിലും 3 പേരാണ് ഡ്രൈവറുടെ സീറ്റിലൊക്കെ ചിലപ്പോൾ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഹൈവേയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കൃഷ്ണഗിരി ഹൈവേയിലെ പണി, അവിടെ ഫ്ലൈ ഓവറിൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സ്ഥലം, അതായത് ചെന്നൈ വിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ചില വെല്ലൂർ, അതുപോലെ ഈ ഒരു ശ്രീപെരുമ്പത്തൂരിൻ്റെ ഭാഗങ്ങൾ, അതുപോലെ നമ്മുടെ ഹൊസൂരിൻ്റെ ഭാഗങ്ങൾ, ഇവിടെയെല്ലാം ഫ്ലൈ ഓവറുകളിലൊക്കെ വർക്ക് അതിവേഗം നടന്നുകൊണ്ടിരിക്കുന്ന വർക്കെന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടെ ചെറിയൊരു ട്രാഫിക് ജാം. ഈ ഒരു സമയത്ത് നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ട്രാഫിക് ജാമൊന്നും കിട്ടുന്നില്ല. കാരണം ഒരു ഉച്ചയൊക്കെ ആയ സമയം ആയതുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് പോകാം. അല്ലെങ്കിൽ ഭയങ്കര ട്രാഫിക് ജാമാണ് ഈ സ്ഥലങ്ങളിലെന്ന്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 12 മണിയൊക്കെ 12:30 ഇപ്പം ഇവിടെയും റോഡ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഒരു കാഴ്ച കാണിച്ചു തരാം. ഇപ്പോൾ റൈറ്റ് സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം വലിയ കാറ്റാടി യന്ത്രങ്ങൾ, കാറ്റാടി ചിറകുകൾ. ഇപ്പം നമ്മൾ കാറ്റാടി പാടം എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇപ്പം നമ്മുടെ നാട്ടിലാണ് പാലക്കാടുണ്ട്. ഇപ്പം നോർത്തിലോട്ടൊക്കെ പോകുകയാണെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ കാറ്റാടി പാടങ്ങൾ വരാം. അപ്പോൾ ഈ കാറ്റാടിയുടെ അതിൻ്റെ ലീഫാണ് ഈ കാണുന്നത്. വലിയ ട്രെയിലറുകളിലായിട്ട് കിടക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് വണ്ടികൾ ഇങ്ങനെ. ഇപ്പം ഇത് നൈറ്റ് സർവീസാണിത്. ഈ റോട്ടിൽ കൂടെ ഈ സമയത്ത് ഇതിന് പെർമിഷൻ ഇല്ല പോകാൻ വേണ്ടി. കാരണം ഫുള്ള് ബ്ലോക്ക്, അത്രയ്ക്ക് നീളമാണ് ഇതിന്. അപ്പം പോകുന്ന വഴികളിൽ മിക്ക സ്ഥലങ്ങളിലും നമുക്കിതുപോലെ കാറ്റാടി ഈ ചിറകുകളുമായിട്ട് കിടക്കുന്ന വലിയ ട്രെയിലറുകൾ കാണാം. ഇത് ആഴ്ചകളും മാസങ്ങളും ഒക്കെ എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ അതിൻ്റെ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരുക എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഒരുപാട് വണ്ടികൾ ഇതുപോലെ അവർ വേറെ വണ്ടികൾ എസ്കോട്ട് മുമ്പിൽ പോയതിന് ശേഷമാണ് ഈ വണ്ടി അതിൻ്റെ പുറകെ പോകത്തുള്ളൂ. അത് സിംഗിളായിട്ട് ഒരിക്കലും പോകത്തില്ല. കൺവോയ് അടിസ്ഥാനത്തിലായിരിക്കും ഇതുപോലുള്ള വണ്ടികൾ മിക്കപ്പോഴും പോകുന്നത്. അപ്പോൾ ഇതൊരു നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ കാഴ്ചകൾ വളരെ ഒട്ടും തന്നെ ഇല്ല. കേരളം വിട്ട് കഴിഞ്ഞാൽ വെളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ എന്താ പറയുക, ഈ കാറ്റാടിയുമായി പോകുന്ന ഒരുപാട് വാഹനങ്ങൾ നമുക്ക്, കാറ്റാടി മാത്രമല്ല വലിയ യന്ത്രഭാഗങ്ങളുമായിട്ട് പോകുന്ന ട്രെയിലറുകളൊക്കെ നമുക്ക് കാണുന്നത്. ഇപ്പം ലെഫ്റ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ അതുപോലത്തെ വേറൊരു വാഹനമാണ് കിടക്കുന്നത്. അതിൻ്റെ ആ ലീഫിൻ്റെ നീളം തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. അത്രയും വലിയൊരു വാഹനം ഈ റോട്ടിൽ കൂടെ ഈ പകൽ സമയത്ത് പോകുന്ന അസാധ്യമാണ്. അതുകൊണ്ട് അവർ നൈറ്റ് സർവീസാണ് ഏറ്റവും കൂടുതൽ സെലക്ട് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിലും അതുപോലെ തന്നെ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ രക്തം കൊണ്ട് രേഖപ്പെടുത്തിയ ഒരു നാട്ടിൽ കൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നാടിൻ്റെ പേര് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അതെ, നമ്മൾ ശ്രീപെരുമ്പത്തൂരിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീപെരുമ്പത്തൂർ ജംഗ്ഷനാണിത്. ഇവിടുന്ന് റൈറ്റ് പോയി കഴിഞ്ഞാലാണ് മെയിനായിട്ടുള്ള എന്താ പറയുന്നത് ഫാക്ടറികൾ. അതായത് ഇപ്പം കാറുകളായിക്കോട്ടെ, റോയൽ എൻഫീൽഡ് അതുപോലുള്ള വലിയ വലിയ കമ്പനികളുടെയൊക്കെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റാണ്, പ്രവർത്തിക്കുന്ന ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റാണത്. ഇപ്പോൾ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് രാജീവ് ഗാന്ധി, നമ്മുടെ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ബോംബ് പൊട്ടി കൊല്ലപ്പെട്ട സ്ഥലം. അദ്ദേഹം അവിടെ ഇപ്പോൾ ഈ കാണുന്ന അതിൻ്റെ മതിലുകളാണ്. ഈ മതിലുകൾക്കുള്ളിലാണ് അദ്ദേഹം അന്ന് കൊല്ലപ്പെട്ട സ്ഥലമെന്ന് പറഞ്ഞാൽ.
അപ്പോൾ നമ്മുടെ ദേശീയ പതാക അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് അന്ന് അദ്ദേഹം പ്രസംഗിച്ച ആ ഗ്രൗണ്ടും കാര്യങ്ങളും എല്ലാം ഇന്നൊരു സ്മാരകമാണ്. അപ്പോൾ അതിൻ്റെ മെയിൻ എൻട്രൻസിൻ്റെ മുമ്പിൽ കൂടെയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. രാജീവ് ഗാന്ധി നിனைവാക്ക എന്നാണ് അവരതിന് പേരിട്ടേക്കുന്നതെന്ന് പറഞ്ഞാൽ. നമുക്കിപ്പോൾ അവിടെ നിർത്താൻ യാതൊരു മാർഗ്ഗവും ഇല്ല, കാരണം നമ്മുടെ വണ്ടി ഓൾറെഡി ലോഡാണ്. നമുക്ക് കസ്റ്റമർക്ക് കറക്റ്റ് സമയത്തിന് സാധനം എത്തിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ തിരിച്ച് വരുന്ന വഴിക്ക് നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ നമ്മൾ അവിടെ കയറി അതൊക്കെ ഒന്ന് കാണുവാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ എന്താ പറയുന്നത്, രക്തപങ്കിലമായ ഒരു ഏട് എഴുതി ചേർത്തൊരു സ്ഥലമാണ് ഈ പറയുന്ന ശ്രീപെരുമ്പത്തൂർ എന്ന് പറയുന്നത്. രാജീവ് ഗാന്ധി അദ്ദേഹം വന്ന് ഇലക്ഷൻ്റെ പ്രചരണാർത്ഥം ഇവിടെ വന്ന് പ്രസംഗിച്ചപ്പോൾ നമ്മുടെ LTTയുടെ ടെററിസ്റ്റുകൾ അദ്ദേഹത്തെ ചാവേർ ആക്രമണത്തിലൂടെ സ്വയം ചാവേറായി മാറി പൊട്ടിത്തെറിക്കുകയായിരുന്നു. ആ കൂടെ അദ്ദേഹത്തിൻ്റെ അംഗരക്ഷകർക്കും ജീവൻ നഷ്ടപ്പെട്ടു. അപ്പം അങ്ങനെ പ്രസിദ്ധി ആർജിച്ച, അല്ലെങ്കിൽ പ്രസിദ്ധി എന്ന് പറയാൻ പറ്റത്തില്ല, കുപ്രസിദ്ധി ആർജിച്ച ഒരു സ്ഥലമാണിതെന്ന് പറഞ്ഞാൽ. അപ്പം ഇതിന് മുമ്പിൽ കൂടെ പോകുമ്പോൾ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്മാരകവും കാര്യങ്ങളും അന്ന് ഉപയോഗിച്ചിരുന്ന കാര്യങ്ങളൊക്കെ അവിടെ അവർ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും അവസരം കിട്ടിയാൽ നമുക്കതിപ്പോൾ അവിടെ പോയി കാണാം. അപ്പോൾ സമയം ഏകദേശം 1 മണിയോടടുത്ത്. ഇനി എന്തായാലും വിശന്നിരിക്കുന്ന നല്ലതല്ല, പോയി കഴിക്കാം. രാവിലെ കഴിച്ചില്ല, അതുകൊണ്ട് നമുക്ക് ഇവനെ ഇവിടെ അങ്ങ് പാർക്ക് ചെയ്യാം. ഈ ലോറിയുടെ പുറകിലായിട്ട് പാർക്ക് ചെയ്യാം തൽക്കാലം. അപ്പോൾ ചെറുക്കന് ഫുഡൊക്കെ മേടിച്ച് കൊടുത്ത് ചെറുക്കനെ അവിടെ കൊണ്ട് പാർക്ക് ചെയ്തേക്കാണ് ഇത്ര നേരം ഓടിച്ച്. ഇനി നമുക്ക് രാവിലെ എന്തായാലും കഴിച്ചില്ല, എന്നാൽ പിന്നെ ഉച്ചയ്ക്കെല്ലാം പോയി കഴിക്കാം. ഇതൊരു തടാകമാണെന്ന് തോന്നുന്നു കേട്ടോ, ഒരു തടാകത്തിൻ്റെ സംഭവമാണ്. എന്തുവാ സാധനമൊന്നും അറിയത്തില്ല, അതോ ഇനി വെള്ളം കെട്ടി കിടക്കുന്നതാണോന്ന് അറിയത്തില്ല. അപ്പം തടാകത്തിനോട് ചേർന്ന് ഒരു പിക്കപ്പ് വണ്ടിയിൽ ഉള്ളൊരു ഫെസിലിറ്റിയാണ്. അപ്പോൾ അവിടെ നമ്മൾ കഴിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അവിടെ ചോറില്ല, പകരം തക്കാളി ചോറ്, അത് ടൊമാറ്റോ റൈസാണ് ഉള്ളത്. അപ്പോൾ ഉള്ളതാട്ടെന്ന് വിചാരിച്ച് അതും മേടിച്ച് കഴിച്ച്. ഇപ്പോഴാണ് വീട്ടിലെ ഫുഡൊക്കെ മിസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് യാത്ര വീണ്ടും തുടങ്ങി. ഇനിയിപ്പോൾ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഹൈവേ മാത്രമേ ഉള്ളൂ നമ്മുടെ മുമ്പിൽ. ചെന്നൈ വിട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു 10-20 കിലോമീറ്ററിന് ശേഷം ഈ ശ്രീപെരുമ്പത്തൂർ പോലുള്ള സ്ഥലങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങോട്ട് വിശാലമായ ഹൈവേ ആണ്. ഒരു ബ്ലോക്കും കിട്ടാനുള്ള യാതൊരുവിധ ചാൻസും ഇല്ല നമുക്ക്. അതുകൊണ്ട് പക്ഷെ നല്ല വെയിലാണ് ഇവിടെ ചെന്നൈ ഭാഗത്ത്, അല്ലെങ്കിൽ ഈ പോകുന്ന വഴിയിലെല്ലാം ഭയങ്കര വെയിലാണ്, നല്ല വെയിലാണ്, ഒരു രക്ഷയില്ലാത്ത വെയിലാണ്. നിങ്ങൾക്ക് കാണാം ആ വെയിലിൻ്റെ കാഠിന്യം, നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് നോക്കുമ്പോൾ തന്നെ കാണാം. പക്ഷേ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ആ വെയിലിൻ്റെ ക്ഷീണം അറിയത്തില്ല. ഈ കാഴ്ചകളൊക്കെ കണ്ടു പോകുമ്പം അത് നമുക്കൊരു എന്താ പറയുന്നത്, അത്രയും ചൂട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ യാത്ര ചെയ്ത് ഒരുപാട് ദൂരം ആർക്കോട്ട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന സ്ഥലത്തെത്തി. അപ്പോൾ അവിടേക്കുള്ള പോകുന്ന വഴിക്കൊരു ബ്രിഡ്ജിന് മേളിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇത് ഒരു കാലത്ത് എനിക്ക് തോന്നുന്നു നിറഞ്ഞൊഴുകിയിരുന്ന ഒരു നദിയായിരുന്നു. ഇന്ന് നദിയെന്ന് പേര് മാത്രമേ ഉള്ളൂ, ബ്രിഡ്ജ് അവിടെ തന്നെയുണ്ട്. അപ്പോൾ ഇത്രയും ദൂരം ഈ ബ്രിഡ്ജ് ഉണ്ടെങ്കിലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം നദിയിൽ തുള്ളി പോലും വെള്ളമില്ല. അവിടെ മുഴുവനും കാടുകൾ വളർന്നു നിൽക്കുന്നു. വേറൊരു നീർച്ചാല് പോലെ, ചെറിയൊരു ചാല് പോലെ മാത്രമായിട്ട് ആ നദി അവശേഷിച്ചു. അപ്പോൾ അത്രത്തോളം ചൂട് ഇവിടെയുണ്ട്. എനിക്ക് തോന്നുന്നു മറ്റേ നമ്മുടെ ആദ്യം കണ്ട കൂവം റിവർ പോലെ ഇതും എവിടെയെങ്കിലുമൊക്കെ ഈ തടയണകളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. ഇതുണ്ടോ, ഇപ്പോൾ ഇതുപോലെ ചാല് പോലെ ആ നദി അവശേഷിച്ച്. അപ്പോൾ നമ്മൾ ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് നേരെ കയറുന്ന ആർക്കോട്ടെന്ന് പറയുന്നത്, ആർക്കോട്ട് പോകുന്ന വഴിയാണ് ലെഫ്റ്റ്. കറക്റ്റ് ഈ സ്ഥലം ഏതാണ്, ആർക്കോട്ടെന്ന് തന്നെയാണ് ഇതിന് പറയുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ വീണ്ടും ഒരുപാട് ദൂരം സഞ്ചരിച്ച് ഇപ്പോൾ നമ്മൾ വെല്ലൂരെന്ന് കേട്ടിട്ടുണ്ട്. ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ കേൾക്കാത്തവരാട്ടാരുമില്ല വെല്ലൂർ. അപ്പോൾ നമ്മൾ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൻ്റെ നമ്മൾ ആ മുമ്പിൽ കാണുന്ന റാണിപ്പേട്ട് ക്യാമ്പസിൻ്റെ വ്യൂ ആണ്. ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂരിൻ്റെ റാണിപ്പേട്ട് ക്യാമ്പസിൻ്റെ ഒരു ബിൽഡിങ് കെട്ടിട സമുച്ചയമാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നത്. അപ്പോൾ ഇന്ത്യയിലെ തന്നെ പ്രശസ്തമായൊരു, ഇന്ത്യയിലെ തന്നെയല്ല ലോകത്തെ തന്നെ എന്ന് പറയാം, പേരെടുത്ത് പറയത്തക്ക രീതിയിലുള്ള നല്ലൊരു ഹോസ്പിറ്റലാണ് വെല്ലൂർ CMC എന്ന് പറയുന്നത്. അപ്പോൾ വെല്ലൂർ CMCയുടെ റാണിപ്പേട്ട് ക്യാമ്പസിൻ്റെ ബിൽഡിങ്ങുകളാണ് നമ്മളുടെ മുമ്പിൽ കാണുന്നത്. നമ്മൾ
ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വലിയൊരു ബോർഡ് അല്ലെങ്കിൽ ഒരു കമാനം കാണാം നമുക്ക്. ഇതാണ് CMC വെല്ലൂരിൻ്റെ റാണിപ്പെട്ട് ക്യാമ്പസിൻ്റെ മെയിൻ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ നമ്മൾ വെല്ലൂരും പാസ് ചെയ്ത് നമ്മളുടെ യാത്ര മുമ്പോട്ട് തുടരുകയാണ്. ചില സ്ഥലങ്ങളിലൊന്നും നമുക്ക് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം വേറെ ഒന്നുമില്ല, അവിടെ ഈ റോഡിൻ്റെ വർക്ക്, ഇതുപോലെ ഈ റോഡിൻ്റെ വർക്ക് നടക്കുന്ന കാരണം അവിടെ ഈ തിരക്ക് ഭയങ്കര കൂടുതലായിരുന്നു. അങ്ങനെ വെല്ലൂരൊക്കെ റാണിപ്പെട്ടുമൊക്കെ നമ്മൾ പാസ് ചെയ്ത് ഇപ്പോൾ നമ്മൾ കൃഷ്ണഗിരി മലനിരകളാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത്. നമ്മൾ കൃഷ്ണഗിരിയിലേക്ക് അടുക്കാറായി. പക്ഷേ ഇനിയുണ്ട്, ഇവിടുന്ന് ഒരുപാട് ദൂരമുണ്ട്. അമ്പൂരൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കൃഷ്ണഗിരിയിലേക്ക് പോകുന്നത്. പക്ഷേ നമ്മൾ കൃഷ്ണഗിരി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, ഫ്രൂട്ട്സ് പച്ചക്കറിയൊക്കെ ഏറ്റവും കൂടുതൽ അവിടെയാണ് കൃഷി ചെയ്യുന്നതും വരുന്നത്. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്നുള്ള പച്ചക്കറി വണ്ടികളൊക്കെ ഒരുപാട് വരുന്നത് ഈ റോഡിലും അതുപോലെ കേരളത്തിലേക്കൊക്കെ ഉള്ള പച്ചക്കറികളായിട്ട് പോകുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പം കൃഷ്ണഗിരിയിൽ നിന്ന് KGF പോകുന്ന വഴിയാണ്. KGF നമ്മൾ സിനിമയിലൊക്കെയുള്ള KGF കോളാർ ഗോൾഡ് ഫീൽഡിലേക്ക് പോകുന്ന വഴികളിലൊക്കെ ഇതുപോലെ ഒരുപാട് പച്ചക്കറി തോട്ടങ്ങളുണ്ട്. അപ്പം നേരത്തെ നമ്മളവിടെ ലോഡ് എടുക്കാൻ വേണ്ടി പോയായിരുന്നു, അപ്പം അതിലെ കൂടെ. പക്ഷേ അന്നൊന്നും ഈ ഇങ്ങനെ വീഡിയോ എടുക്കുന്ന ഒരു കാര്യം ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. അതുകൊണ്ട് അന്ന് വീഡിയോ ഒന്നും എടുത്തിട്ടുമില്ല. KGFയിലേക്ക് ഇനി എപ്പോഴേലും പോകാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ആ പച്ചക്കറി തോട്ടങ്ങളിലൊക്കെ പോകാം. നല്ല ഫ്രഷ് പച്ചക്കറി വളരെ വിലക്കുറവിൽ ഈ വഴി സൈഡിൽ, റോഡ് സൈഡിൽ അവർ അപ്പം തന്നെ തോട്ടത്തിൽ നിന്ന് പറിച്ചിട്ട് വിൽക്കുന്നത് നമുക്ക് പോകുന്ന വഴികളിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പം അവിടെ മംഗളഗിരി എന്ന് പറയുന്ന ഒരു അഗർബത്തിയുടെ കമ്പനിയിൽ ലോഡ് കയറ്റാൻ പോയപ്പോഴാണ് ഈ കാഴ്ചകളൊക്കെ കണ്ടത്. നമുക്ക് പരിചയമായിട്ടുള്ളൊരു അഗർബത്തി കമ്പനികളാണ് മംഗളഗിരി. അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് കൃഷ്ണഗിരി എത്താറായിരിക്കുകയാണ്. അപ്പോൾ കൃഷ്ണഗിരിയിലേക്കുള്ള യാത്രയിൽ കാണുന്ന മലനിരകളാണ് ഇതെന്ന് പറഞ്ഞാൽ. ഈ മല കാണിക്കാൻ വേണ്ടി കാരണം എന്ന് പറഞ്ഞാൽ അവിടെ അടുക്കി വെച്ച് ഈ ആ കല്ലുകൾ കൂടിയിട്ടുള്ളൊരു മലയാണെന്ന് പറയുന്നത്. നമ്മുടെ ഇവിടുത്തെ പോലെ ഒരു എന്താ പറയുന്നത് മണ്ണാണല്ലോ നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതലെന്ന് പറഞ്ഞാൽ ഈ മല. പക്ഷേ അവിടെ എന്ന് പറഞ്ഞാൽ ഈ പാറക്കെട്ടുകൾ, നമ്മൾ ഈ കല്ലുകൾ ഇങ്ങനെ മേളി അടുക്കി വെച്ചേക്കുന്നത് എങ്ങനെയാണ് ആ ഒരു സ്ട്രക്ചറാണ് ആ മലയ്ക്കെന്ന് പറഞ്ഞാൽ. അത് അടുത്ത് നിന്ന് നോക്കുമ്പോൾ നമ്മൾ തന്നെ അതിശയിച്ചു പോകും. കാരണം ഇത് ഒരു ബന്ധമില്ലാതെ നിൽക്കുന്ന പോലെ നമുക്ക് തോന്നിപ്പോവും. അതേ രീതിയിൽ അടുക്കി വെച്ചേക്കുന്ന ഈ ഉരുളൻ കല്ലുകളാണ് എന്ന് പറഞ്ഞാൽ. ഇതെങ്ങാനും ഉരുണ്ട് എന്താ പറയുന്നത് താഴോട്ട് വന്നാലോ എന്നുള്ള ആ ഒരു രീതിയിൽ ഇപ്പം നമുക്കത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം. ആ രീതിയിലാണ് ആ മലയുടെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. ഒരു പ്രത്യേക ടൈപ്പ് കല്ലുകളാണ് ഇതെല്ലാം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഏകദേശം കൃഷ്ണഗിരി അടുക്കാറായെന്ന് പറയാം. ഇനി ഇവിടുന്ന് കൂടിപ്പോയൊരു 10-30 കിലോമീറ്ററോളം ദൂരം മാത്രമേ ഉള്ളൂ കൃഷ്ണഗിരിക്ക്. അപ്പോൾ ഇന്നത്തെ യാത്ര കൃഷ്ണഗിരി കൊണ്ട് നിർത്തുകയാണ്. കാരണം രാവിലെ യാത്ര തുടങ്ങിയിട്ട് ഇപ്പം വൈകുന്നേരമായി. വൈകുന്നേരം ഒരു 5 മണിയോളം ആകാറായെന്ന് തോന്നുന്നു. 5 മണിയാകുന്നു. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള യാത്രയാണ്. ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ വേണ്ടി മാത്രമേ നിർത്തിയുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ മാത്രമല്ല, അവിടെ കൃഷ്ണഗിരി പമ്പിൽ ചെന്നിട്ട് അവിടെ നമുക്ക് ഫ്രഷ് ആകാനുള്ള സൗകര്യമുണ്ട്. വൈകുന്നേര സമയങ്ങളിൽ ഇപ്പം കൃഷ്ണഗിരി മുതൽ ഹൊസൂർ വരെ അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ ഇലക്ട്രോണിക് സിറ്റി വരെ നല്ല ബ്ലോക്ക് ആയിരിക്കും. നമുക്ക് ഈ ഓഫീസ് ടൈമൊക്കെ കഴിഞ്ഞ് ഇറങ്ങുന്ന ആളുകളും സ്കൂൾ ടൈമൊക്കെ കഴിഞ്ഞ് ഇറങ്ങുന്ന കുട്ടികളും അപ്പോൾ അവരുടെ വണ്ടികളൊക്കെ ആയിട്ട് ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും ഈ ഇലക്ട്രോണിക് സിറ്റി ഹൊസൂർ ഏരിയ. കാരണം അവിടെ റോഡിൻ്റെ ഹൈവേയുടെ കൺസ്ട്രക്ഷൻ വർക്കും കൂടെ നടക്കുന്ന കാരണം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ വണ്ടിയായിട്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. അതുകൊണ്ട് നമ്മൾ വൈകിട്ടത്തേക്ക് യാത്ര ഇനി സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. നമ്മുടെ പോകുന്ന വഴിക്ക് ഒരു വണ്ടി അവിടെ മറിഞ്ഞ് കിടക്കുന്നുണ്ട്. ഫ്ലൈവുഡ് കയറ്റിയിട്ട് വന്ന വണ്ടിയാണ്. അത് പഞ്ചാബ് രജിസ്ട്രേഷനാണ്. നമ്മുടെ സർദാർജിയാണ് അവിടെ പുതപ്പൊക്കെ വിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആൾ കൂളായിട്ടിരിക്കുകയാണ് വണ്ടി മറിച്ചിട്ടതിന് ശേഷം. എങ്ങനെയോ ഉറങ്ങിപ്പോയതായിരിക്കും തോന്നുന്നു കണ്ടിട്ട്. അപ്പോൾ സമയം 5:30 നമ്മുടെ പമ്പിലേക്ക് എത്തിയിരിക്കുകയാണ് കൃഷ്ണഗിരിയിൽ. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പാണ് നമ്മളുടെ എന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മൾ ഇന്നത്തെ യാത്ര ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. കാരണം വേറൊന്നുമല്ല, ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നല്ല ബ്ലോക്ക് ആയിരിക്കും. ഈ ലോഡ് വണ്ടിയും വെച്ചുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ആകെ പെട്ടുപോകത്തേ ഉള്ളൂ. നമ്മൾ ഇത്രയും നേരം ഡ്രൈവ് ചെയ്തതിൻ്റെ ഇരട്ടി എഫേർട്ട് അവിടെ നമ്മൾ എടുക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ഇനിയിപ്പോൾ നാളെ രാവിലെ ഒരു 4 മണിയൊക്കെ ആകുമ്പം അല്ലെങ്കിൽ 3:30 കഴിയുമ്പോൾ എണീറ്റ് വണ്ടി എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ബാംഗ്ലൂർ വരെ നമുക്ക് ഫ്രീ ആയിരിക്കും ട്രാഫിക്ക്. പിന്നീട് നമുക്ക് സുഖമായിട്ട് ഒരു 2-3 മണിക്കൂറിനുള്ളിൽ ബാംഗ്ലൂർ എത്തിച്ചേരാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ പമ്പ്. ഈ റൂട്ട് പോകുമ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ ഇവിടെ തന്നെയാണ് സ്റ്റേ ചെയ്യാറ്. അപ്പോൾ ഇന്നത്തെ യാത്ര നമ്മൾ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല, കാരണം ബ്ലോക്ക് കിടക്കാനല്ല, മാത്രമല്ല ഒന്ന് ഫ്രഷ് ആവണം.
അപ്പോൾ പോയി ഒന്ന് കുളിക്കണം, അലക്കണം. രാവിലെ ആണെങ്കിൽ കുളിക്കാൻ പറ്റിയില്ല. എണീറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ബില്ല് വന്ന് കഴിഞ്ഞാൽ ഔട്ടായി കഴിഞ്ഞാൽ പിന്നെ അവിടെ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് വണ്ടി എടുത്തുകൊണ്ട് നേരെ ഇങ്ങി പോകുന്നത്. പിന്നെ ഉച്ചയ്ക്ക് നിർത്തിയതേ ഉള്ളൂ, കണ്ടിന്യൂസ് ഡ്രൈവ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ പമ്പിൻ്റെ ബാക്ക് സൈഡിലുള്ള ആ മതിലിനോട് ചേർന്ന ഒരു ടാങ്ക് ഉണ്ട്. ആ ടാങ്കിലെ വെള്ളത്തിലാണ് നമ്മൾ കുളിക്കുന്നത്, അലക്കുന്നത്. ടാങ്കിൽ വെള്ളം ഇല്ലെങ്കിൽ അതിന് മുമ്പിലായിട്ടൊരു പൈപ്പ് അവർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, അതിലെപ്പോഴും വെള്ളം കാണും. നമുക്ക് എന്തായാലും ടാങ്ക് ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ടാങ്കിൽ വെള്ളം ഇല്ലെന്ന് തോന്നുന്നു കണ്ടിട്ട്, കാരണം പൈപ്പുകളൊക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ട്. ഇല്ല, നമ്മൾ വിചാരിച്ച പോലെ തന്നെ ടാങ്ക് വറ്റിച്ചിട്ടൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ മെയിൻ്റെനൻസ് കാര്യങ്ങൾ അതിന് വേണ്ടിയാന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലത്തെ പൈപ്പിൽ നിന്ന് വെള്ളം പിടിച്ച് ഇന്ന് കുളിക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ വണ്ടിക്കാരുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ. ഇതുപോലെ ചെന്ന് കയറുന്ന പമ്പിലും ധാബകളിലും ഒക്കെയാണ് നമ്മൾ അലക്കുകയും കുളിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇനി യാത്ര നാളെ വെളുപ്പിനേ ഉള്ളൂ. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ. നമുക്ക് നാളെ കാണാൻ വേണ്ടി. ഓക്കെ.